നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ ബിനോയ് ജോൺ, നജ്മ. ഇതൊരു ക്രൂരത നിറഞ്ഞ സംഭവമാണ്. തലസ്ഥാനത്ത് ഇല്ല അനങ്ങണമെങ്കിൽ ക്ലിമീസ് ബാവ കനിയണമെന്നൊക്കെ പറയും. ക്ലിമീസ് ബാവയുടെ നിയന്ത്രണത്തിലുള്ള പട്ടം സെന്റ് മേരീസ് സ്കൂൾ, ആ സ്കൂളിൽ നടന്ന ഒരു അതിക്രമത്തിന്റെ കഥയാണ് ഞങ്ങളിവിടെ വിവരിക്കുന്നത്. ഡോക്ടർ ബിനോയ് ജോണിന്റെയും നജ്മയുടെയും മകൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പട്ടം സെന്റ് മേരീസിൽ 5ാം ക്ലാസ് മുതൽ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ആ വിദ്യാർത്ഥി പഠിക്കുന്നു. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഈ മാതാപിതാക്കളെ ഒരാവശ്യത്തിനും സ്കൂളിലേക്ക് വിളിക്കേണ്ടതായി വന്നിട്ടില്ല സ്കൂൾ അധികൃതർക്ക്. എയ്ഡഡ് സ്കൂളായ സെന്റ് മേരീസിലേക്ക് ഈ മകൻ, ഡോക്ടർ ബിനോയ് ജോണിന്റെ മകൻ എത്തുന്നത് 5ാം ക്ലാസ്സിലാണ്. നേരത്തെ CBSE സ്കൂളിൽ ആ കുട്ടി പഠിക്കുകയായിരുന്നു. പിന്നീട് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റി സെന്റ് മേരീസിലേക്ക് എത്തി. വലിയ തലയെടുപ്പുള്ള സ്കൂളാണ് സെന്റ് മേരീസ് സ്കൂൾ. അതുകൊണ്ട് തന്നെ സ്കൂൾ മാനേജ്മെന്റിന് തികഞ്ഞ ധാർഷ്ട്യമുണ്ട് എന്ന് ഈ സംഭവം നമ്മോട് പറയുന്നു. ഇവരുടെ ആ മകന് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ഈ മാതാപിതാക്കൾ ഞങ്ങളുടെ ഈ അഭിമുഖത്തിലൂടെ. കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരം മാനേജ്മെന്റ് സ്കൂളുകളിൽ അരങ്ങേറുന്നു എന്നത് നേരത്തെ മലയാളി വാർത്ത കൃത്യമായ റിപ്പോർട്ടുകളിലൂടെ പ്രേക്ഷക സമക്ഷം അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതരുടെ ഭാഗവും ഞങ്ങൾ വിശദമായി അവതരിപ്പിച്ചിരുന്നു. പിന്നീട് ഈ മാതാപിതാക്കളുമായി വിശദമായി സംസാരിച്ചപ്പോൾ സ്വാധീനമുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ മർക്കട മുഷ്ടിക്ക് മുന്നിൽ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ഇവർക്ക് പലപ്പോഴും കഴിഞ്ഞുള്ളൂ. മകൻ നേരിട്ട ക്രൂര അനുഭവത്തിന് പിന്നാലെ ആ കുട്ടി നേരിടുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ഇപ്പോഴും പട്ടം സെന്റ് മേരീസിൽ അവൻ പഠിക്കുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ ഭാവി. അധ്യാപകനായിരുന്നു ഡോക്ടർ ബിനോയ് ജോൺ. 7 വർഷക്കാലം ദേവഗിരി കോളേജിൽ അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിന്നീട് സ്വന്തം ഒരു ഡേറ്റ അനലിറ്റിക്സ് കമ്പനിക്ക് അദ്ദേഹം രൂപം കൊടുത്തു. അധ്യാപനത്തെക്കുറിച്ചും അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് തികഞ്ഞ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടാണ് മകനിലൂടെ അദ്ദേഹം വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ മകൻ നേരിട്ട ഈ ദുരനുഭവങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ വളരെയേറെ തളർത്തി കളഞ്ഞിരിക്കുന്നു. ഈ മാതാപിതാക്കൾ വേദനയോടെ പറയുന്ന കാര്യങ്ങൾ സമൂഹം, പ്രേക്ഷകർ ഗൗരവത്തോടെ എടുക്കണമെന്നതാണ് മലയാളി വാർത്തയുടെ ഒരപേക്ഷ. ഡോക്ടർ ജോസഫ് ബിനോയ്, അങ്ങയുടെ മകൻ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ അവിടെ പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മകൻ ഒരു തല്ലുകൊള്ളിയാണ്, അവന് ശിക്ഷ അടി കിട്ടേണ്ടതായിരുന്നു എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഇന്ന് കേട്ടു. ഞങ്ങളുടെ തന്നെ മലയാളി വാർത്തയുടെ ഒരു വീഡിയോയിലാണ് സ്കൂൾ പ്രിൻസിപ്പൽ മകനെ ഇത്രയധികം തള്ളിപ്പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണം? മകന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിരുന്നോ? ആദ്യമേ ഇങ്ങനൊരു ഇന്റർവ്യൂവിന് ഞങ്ങളെ അനുവദിച്ചതിന് തന്നെ നന്ദി പറയട്ടെ. എൻ്റെ മകൻ നേരിട്ട ദുരനുഭവം ആ ദുരനുഭവത്തിൽ ഒതുങ്ങുന്നില്ല. അത് കഴിഞ്ഞ് ആ പരാതിയുമായി ചെന്ന് ഞങ്ങളോട് പ്രിൻസിപ്പളും സ്കൂൾ അധികൃതരും കാണിക്കുന്ന മനോഭാവം, അവർ ഞങ്ങളെ വീണ്ടും കുറ്റക്കാരാക്കാൻ ശ്രമിക്കുന്ന രീതി, എൻ്റെ മകനെ തന്നെ വീണ്ടും ഒരു ധിക്കാരിയും തെമ്മാടിയുമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമങ്ങളാണ് കൂടുതൽ വേദനിപ്പിക്കുന്നത്. സത്യത്തിൽ സ്റ്റേറ്റ് സിലബസിലേക്ക് കൊണ്ടുവരാമെന്ന ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ കുഞ്ഞിനെ സെന്റ് മേരീസിൽ ചേർക്കുന്നത്. പക്ഷെ പിന്നീട് ഞങ്ങൾ ക്രമേണ മനസ്സിലാക്കുന്നത് ഈ സ്കൂളിന്റെ മഹത്വം എന്ന് ഇവര് പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും നുണകൾ മാത്രമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒന്നാമതായി ഇവർ അവകാശപ്പെടുന്നത് സെന്റ് മേരീസ് സ്കൂൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണെന്നാണ്. ഇതൊരു നുണയാണ്. ഇന്ത്യയിലെ ലക്നൌവിലും സൗദി അറേബ്യയിലെ ദമാമിലുമുള്ള സ്കൂളുകളൊക്കെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളുകൾ എന്ന് കരുതേണ്ടത്. ഇന്റർനെറ്റ് പരിധിയാൽ ആർക്കും ഈ വിവരങ്ങൾ നിസ്സാരമായി ലഭിക്കാവുന്നതേ ഉള്ളൂ. തുടക്കത്തിൽ ഈ സംഭവം ഇതുവരെ മനസ്സിലാക്കാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 30 അന്നാണ് ഈ സംഭവം സ്കൂളിൽ നടക്കുന്നത്. നിങ്ങളുടെ മകൻ പഠിക്കുന്ന ക്ലാസ്സിലേക്ക് ഒരു കുട്ടി, അന്ന് അവന് ഗ്യാസ് വീട്ടിലില്ലാത്തതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, പകരം സ്കൂളിൽ പോയി കഴിക്കാൻ വേണ്ടി ഒരു 20 രൂപ കൊടുത്തുകൊടുന്ന് അവൻ ലേസ് വാങ്ങി ക്ലാസ്സിൽ കൊണ്ടുവരുന്നു. ഈ ലേസ്, ചിപ്സ്, ഇത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പൊട്ടിച്ച് വിതരണം ചെയ്യുന്നു. വിതരണം ചെയ്യുന്നതിനിടയിൽ 1-2 ലേസ് നമ്മുടെ മോന്റെ കയ്യിലും ലഭിക്കുന്നു. ഇത് കണ്ട് ക്ലാസ്സിലേക്ക് കടന്നു വന്ന ഒരു മാത്സ് അധ്യാപകൻ, അല്ലെ,
അധ്യാപിക ഈ കുട്ടികളെയൊക്കെ ഒരു വടിയെടുത്ത് ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളാണ് ആദ്യം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. വളരെ ക്രൂരമായി കുട്ടികളെ ഇവർ മർദ്ദിക്കുന്നു, വടിയെടുത്ത്. ക്ലാസിന്റെ ഡിസിപ്ലിൻ അതാണ് ആ ടീച്ചർ മുന്നോട്ട് വെച്ചത്. തുടർന്ന് നമ്മുടെ അങ്ങയുടെ മകനിലേക്ക് അവരുടെ വൈരാഗ്യം നീളുന്നതിന്റെ കാരണം എന്താണ്? അന്ന് ആദ്യ ദിനത്തിൽ കുട്ടികളെ എല്ലാവരെയും ശിക്ഷിച്ചു, പക്ഷെ പിന്നീട് നമ്മുടെ മകനിലേക്ക് സ്കൂളിന്റെ ഒരു ശത്രുത കടന്നു വന്നു, ശരിയല്ലേ? അതെ, ആക്ച്വലി ആ ഒരു നിസ്സാര സംഭവം, ഈ ലേസ് കൊണ്ടുവന്ന കുട്ടി ആ ലേസ് മകന്റെ കയ്യിൽ, എന്റെ മകന്റെ ഉൾപ്പെടെ കുട്ടികളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത മൊമെന്റിൽ തന്നെ ടീച്ചർ അടിക്കുകയും അത് അറിഞ്ഞു വന്ന ക്ലാസ് ടീച്ചർ വീണ്ടും അടിക്കുകയും ഒക്കെ ചെയ്ത ആ സംഭവങ്ങളെ ഞങ്ങൾ നിസ്സാരവൽക്കരിച്ച് കളയാനാണ് കുഞ്ഞിനോടും ആവശ്യപ്പെട്ടത്. പക്ഷെ ഇതിന് പിന്നിൽ ഞങ്ങള് മറ്റു കാരണങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നീട് വളരെ വേദനയോടെ മനസ്സിലാക്കുകയാണ്. വളരെ ചെറിയൊരു കാര്യമാണ്. ഈ ചെറിയ കാര്യം എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ വാച്യാർത്ഥത്തിൽ എടുക്കണമെന്നില്ല. സ്കൂൾ പിരിക്കുന്ന സ്കൂൾ ഫീസ് എന്ന് പറഞ്ഞ് തന്നെ നടത്തുന്ന പിരിവ്, എയ്ഡഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ 25 രൂപ മാത്രം പിരിക്കേണ്ടടുത്ത് 1400 രൂപ വീതം എല്ലാ വർഷവും പിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തപ്പോ അവരുടെ മറുപടി ദാക്ഷ്യം കലർന്നത് മാത്രമാണ്. ഈ പിരിക്കുന്ന പൈസയ്ക്ക് എന്തിനാണ് എന്നുള്ള എക്സ്പ്ലനേഷൻ തരുന്നില്ല എന്ന് മാത്രമല്ല, പണമായിട്ട് മാത്രമേ ഈ പൈസ അവർ സ്വീകരിക്കുള്ളൂ, അതിന് രസീതില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചോദ്യം ചെയ്തപ്പോൾ ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ ഈ ഡീറ്റെയിൽസ് തരാൻ തയ്യാറില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അവർ കാണിച്ചത്. 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഞാൻ എല്ലാ വർഷവും ഫീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ഇങ്ങനെ സംസാരിച്ചത് അവരിൽ വലിയതായ വൈരാഗ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. സർക്കാർ ഖജനാവിൽ നിന്ന് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്കൂൾ അവർ അനധികൃതമായി ഇത്തരം പണപ്പിരിവ് നടത്തുമ്പോൾ അതിനെ ഒന്ന് എതിർത്തു, ധാർമ്മികതയുടെ പേരിലാണ്. നേരത്തെ ഇത്തരത്തിൽ മറ്റേതെങ്കിലും കുട്ടികൾ ഫീസ് കൊടുക്കാതിരുന്നോ? ഇതൊരു സ്പെഷ്യൽ ഫീ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു പണപ്പിരിവാണ്. ഇതിൽ റെസീപ്റ്റ് ഇല്ല. ക്ലാസ് അധ്യാപകർ കുട്ടികളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് നേരെ പ്രിൻസിപ്പലിനെ കൊണ്ടുപോയി കൊടുക്കുന്നു. ആ പണം എവിടേക്ക് എങ്ങനെ എന്നതിൽ വ്യക്തതയില്ല. ഇതാണ് അതിന്റെ വാസ്തവം, അല്ലെ? അതെ, അത് തന്നെയാണ്. ആക്ച്വലി നമുക്കൊരു സ്കൂളിലെ പിരിവുകൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് സ്കൂൾ ഫീസ് എന്ന് തന്നെ പറഞ്ഞാണ് പിരിവ്. അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് താങ്കളോട് ഒരു 5000 രൂപയുടെ ഡൊണേഷൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ അത് കൊടുക്കാൻ തയ്യാറായില്ല. അതെ, അങ്ങനെ സ്കൂൾ മാനേജ്മെന്റിന് ഒരു പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇനിയിപ്പോ അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരുന്നു. കാരണം ഈ പറഞ്ഞ ഡൊണേഷനും സ്കൂളിലെ എല്ലാ വർഷവും നടക്കുന്ന ഈ പിരിവും അതിന് രസീതില്ല എന്നുള്ള കാര്യങ്ങളും എല്ലാം എല്ലാ മാതാപിതാക്കൾക്കും പൂർണ്ണ ബോധ്യമുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ സംഭവത്തിലേക്ക് വരുമ്പോൾ പിന്നീട് ഈ മകനെ ആദ്യം ക്ലാസ് ടീച്ചർ, പിന്നീട് എങ്ങനെയാണ് ആ സംഭവം സ്കൂളിൽ ഒരു വലിയ ഇഷ്യൂ ആയി മാറിയത്? ഈ സംഭവം കഴിഞ്ഞ് ഞങ്ങൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കുട്ടിയോട് പറയുകയും ടീച്ചേഴ്സ് അല്ലേ, അമ്മയല്ലേ, അങ്ങനെ കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തുകയും പുറത്തിറക്കി നിർത്തുകയും പിന്നീട് പ്രിൻസിപ്പലിനെ കാണാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ യാതൊരു തരത്തിലും ഞാനല്ല ഇത് കൊണ്ടുവന്നത്, ഞാനല്ല വിതരണം ചെയ്തത്, ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഈ കുട്ടിയോട് പ്രിൻസിപ്പലിനെ കാണാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കുട്ടി പറഞ്ഞു, പ്രിൻസിപ്പലിനെ ഞാൻ പോയി കണ്ടാൽ ഞാൻ ഒറ്റപ്പെട്ട ഒരു കുറ്റക്കാരനായി മാറും. അതിന് പകരം ഈ 6 പേരെയും ഈ ക്ലാസ്സിൽ എങ്ങനെ ഇത് സംഭവിച്ചു, ഞാൻ ഇവിടെ ഇരുന്നു, എന്റെ കയ്യിൽ എങ്ങനെ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കണമെങ്കിൽ പ്രിൻസിപ്പൽ ക്ലാസ്സിലേക്ക് വരണം എന്നൊരു അഭ്യർത്ഥനയാണ് കുട്ടി വെച്ചത്. പക്ഷെ ഇതിനെ ഈ ടീച്ചേഴ്സും ഇത് കേട്ട പ്രിൻസിപ്പാളും എടുത്തത് അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ ഒരു കുട്ടിയുടെ ധിക്കാരമായിട്ടാണ്. കുട്ടി ഇത് പല പ്രാവശ്യം പ്രിൻസിപ്പലിന്റെ റൂമിലെത്തി കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിളിച്ചാൽ നീ വരണം. അത് കുട്ടി എന്തിനാണ് കാരണം, എന്തുകൊണ്ട് പ്രിൻസിപ്പൽ വരണം എന്ന് പറഞ്ഞ ആ ഒരു റീസണിങ്ങും അച്ഛന് ബോധ്യമായില്ല. സഹികെട്ട കുട്ടി ലേസിന്റെ വെച്ച് തന്നത് മാത്രമേ ഉള്ളൂ, എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ സമ്മതിച്ചില്ല. അവസാനം കുട്ടി അച്ഛനോട് ചോദിക്കേണ്ടി വന്നു, അച്ഛാ, ഒരാള് ഒരു തോക്കുകൊണ്ട് ഒരാളെ വെടിവെച്ചിട്ട് ആ തോക്ക് അച്ഛൻ്റെ കയ്യിലേക്ക് തന്നാൽ അച്ഛൻ കുറ്റക്കാരനാകും. അച്ഛൻ പറഞ്ഞു, ഞാൻ കുറ്റക്കാരനാവും. ഇത് കേട്ട് ഞെട്ടിപ്പോയ കുട്ടി പിന്നീട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഇൻസൾട്ടിങ് തുടർന്ന അച്ഛനോട്, അച്ഛാ, എന്റെ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഉൾപ്പെടെ ബാലാവകാശ കമ്മീഷനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഇൻസൾട്ട് തുടർന്നാൽ എനിക്ക് ബാലാവകാശ കമ്മീഷനോ പോലീസിലോ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതിനെ അങ്ങേയറ്റം പുച്ഛത്തോടെ കളിയാക്കുകയാണ് പ്രിൻസിപ്പൾ ചെയ്തത്. മോനെ, നീ ഇത്രയ്ക്കും വിവരമുള്ളവനാണോ? നീ എന്നെ കേസിലൊന്നും പെടുത്തിക്കളയല്ലേ, എന്നെ ബുദ്ധിമുട്ടിച്ച് കളയല്ലേ, ഇത് വലിയ
പാടുപേട് ആക്കി കളയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ക്ലാസ്സിലേക്ക് തിരിച്ചുവിട്ട കുട്ടിയെ ഇത് കേട്ടു നിന്ന ടീച്ചേഴ്സ് ഇതൊക്കെ പറഞ്ഞു തന്നെ പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇത് നന്നായി പഠിച്ചിരുന്ന കുട്ടിയെ ചില്ലറയൊന്നും അല്ല ബുദ്ധിമുട്ടിച്ചത്. ക്ലാസ്സിൽ കുട്ടിയെ അവോയ്ഡ് ചെയ്യുക, കുറ്റപ്പെടുത്തുക, കുട്ടിയില്ലാത്ത സമയത്ത് അവനെക്കുറിച്ച് മറ്റുള്ള കുട്ടികളോട് കുറ്റം പറയുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ടീച്ചേഴ്സ് തുടർന്നു പോകും. ഈ അധ്യാപകര് നമ്മുടെ മോനെ അടിക്കുമ്പോൾ മോൻ എന്തിനാ എന്നെ അടിക്കുന്നത് എന്ന് ഇത്തിരി ധാർഷ്ട്യത്തോടെ ചോദിച്ചുവെന്ന് ഈ പ്രിൻസിപ്പലിന്റെ വാക്കുകളിലുണ്ട്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതിൽ ധാർഷ്ട്യത്തിന്റെ കാര്യമില്ല. കാരണം അടി കിട്ടിയ മൊമെന്റിലൊന്നും കുട്ടി അപ്പോൾ ചോദിക്കുകയല്ല, പിന്നീടും ദുരിതം തുടർന്നപ്പോഴാണ് എന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ മാത്രമാവുന്നത്, 6 പേര് ലേസ് ഷെയർ ചെയ്ത കേസിൽ ഞാൻ മാത്രം കുറ്റക്കാരനാകുന്നത് എങ്ങനെയാണ്, ഇതാണ് അവനെ സങ്കടപ്പെടുത്തിയതും അവൻ ചോദിച്ചതും. പ്രിൻസിപ്പളിനോട് ചോദിച്ചതും ഈ കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ അവര് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയും എങ്ങനെയും കുട്ടിയെ ഒരു ധിക്കാരിയായി ചിത്രീകരിക്കുകയുമായിരുന്നു ചെയ്തത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അധ്യാപക സമൂഹം, പ്രിൻസിപ്പൽ, അവർക്ക് മുന്നിൽ ഒരുപിടി ചോദ്യങ്ങൾ ഉയർത്തിയ മകന് ആ ചോദ്യങ്ങൾ ഉയർത്താനുള്ള ശക്തി കിട്ടിയത് എങ്ങനെയാണ്? ഉറപ്പായും ചോദ്യങ്ങൾ ചോദിക്കണം, അന്യായം കണ്ടാൽ എതിർക്കണം എന്നത് വീട്ടിൽ ഞങ്ങൾ ഉപദേശിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ സ്കൂളിനും അവൻ അത് തന്നെയാവും പഠിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയ ക്ലാസ്സുകളിൽ അകാരണമായി യാതൊരു റീസണും ഇല്ലാതെ ആര് ഉപദ്രവിച്ചാലും തിരിഞ്ഞു തിരിഞ്ഞ് ചോദിക്കേണ്ടത്, എന്തിനാണ് ചോദിക്കേണ്ടതെന്ന്, അത് ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കേണ്ടത് ഏതൊരു മനുഷ്യജീവിയുടെയും ഉത്തരവാദിത്വമാണ്, അവകാശവുമാണ്. അത് എന്റെ മകനും ചെയ്തിട്ടുള്ളൂ. അങ്ങ് പോസിറ്റീവായി എടുക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. സ്വന്തം മകനെ നമ്മൾ ഒരുപാട് ന്യായീകരിക്കുമ്പോൾ ആ മകൻ ഏറ്റവും പരിശുദ്ധനാണെന്ന് ഓരോ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ മകൻ ഏറ്റവും നിഷ്കളങ്കനാണ്, ഏറ്റവും മിടുക്കനാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ. ചിലപ്പോൾ അത് പല കേസുകളിലും അതിൽ നിന്ന് ഭിന്നമായിരിക്കും. അതിൽ നിന്ന് ഏറെ വേറിട്ടൊരു മുഖമായിരിക്കും മറ്റുള്ള സമൂഹത്തിന് മുന്നിൽ മക്കൾ കാട്ടുക. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണകൾ അങ്ങേക്ക് ഉണ്ടായോ, അതോ അങ്ങ് എല്ലാ തെറ്റിദ്ധാരണകൾക്കും അപ്പുറം കൃത്യമായി ഒരു മനസ്സിലാക്കൽ ഈ വിഷയത്തിൽ ഉണ്ടോ? അക്കാര്യത്തിൽ ഞാൻ മകനോട് വളരെ വിശദമായി സംസാരിച്ചിരുന്നു. സ്കൂളിലെ എല്ലാ വിശേഷങ്ങളും വന്ന് മിനിറ്റ് ബൈ മിനിറ്റ് ഷെയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അവൻ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ വിശദമായി ചോദിച്ചെന്ന് മാത്രമല്ല, പിന്നീടുള്ള പല അവസരങ്ങളിലും ടീച്ചേഴ്സിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഹെഡ് മിസ്സസ് ഉൾപ്പെടെ ഞങ്ങൾ പ്രത്യേകം അന്വേഷിച്ചിരുന്നു. അവൻ അസഭ്യം എന്തെങ്കിലും പറഞ്ഞു, അപമര്യാദ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞു, വേറെ എന്തെങ്കിലും രീതിയിൽ എതിർത്തോ, അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അവൻ ധിക്കാരിയാണ്. ധിക്കാരിയായതിന് കാരണം പ്രിൻസിപ്പൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമാണ്. ഇതിന്റെ കോൾ റിപ്പോർട്ട്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഹെഡ് മിസ്സസ് അവസാനം ഈ കഥകൾ മുഴുവൻ കേട്ടതിന് ശേഷം ഞങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞ വേർഷൻ മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആ ടീച്ചേഴ്സിന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, പ്രിൻസിപ്പൽ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നെല്ലാം പറഞ്ഞ കോൾ റെക്കോർഡ്സും ഞങ്ങളുടെ പക്കലുണ്ട്. അത് ഹെഡ് മിസ്സസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതൊന്നും കണക്കിലെടുക്കാതെ ഈ ടീച്ചേഴ്സ് വീണ്ടും ഈ കുട്ടിയെ ക്ലാസ്സിൽ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എന്നിട്ട് ഇതിന്റെ ഒരു എൻഡിൽ ഇപ്പോ ഇത് ഒരു പരാതിയായി പോലീസിൽ എത്തിക്കഴിഞ്ഞപ്പോ കുട്ടി ടീച്ചറിന് നേരെ പാഞ്ഞെടുത്തു, കൊങ്ങയ്ക്ക് നേരെ കൈ ചൂണ്ടി ആക്രോശിച്ചു എന്നൊക്കെ വളരെ നാടകീയമായി പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വൈദികൻ പറയുന്നത് ഞങ്ങൾ കേട്ടു. സത്യം പറഞ്ഞാൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന, മാതാപിതാക്കൾ നിലയ്ക്ക് ഞങ്ങൾക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന, 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാനസിക നില തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണിത്. സത്യമായ ഒരു ആരോപണമായിരുന്നെങ്കിൽ ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ലേസ് എന്ന് പറഞ്ഞൊരു ചിപ്സ് ക്ലാസ്സിൽ കൊണ്ടുവന്നതിന് ഇത്രയധികം ശിക്ഷ കൊടുക്കുന്ന ടീച്ചേഴ്സ് എന്തുകൊണ്ട് ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് അവനെ ശിക്ഷിച്ചില്ല, അവനെ ആ വിവരം മാതാപിതാക്കളോട് പറഞ്ഞില്ല, ഇതുവരെ ഒരു പരാതിയായിട്ട് ഉന്നയിച്ചില്ല? ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോ ഇതിന്റെ പിന്നില് ഇത്രയും വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നതിൽ തന്നെ സങ്കടമുണ്ട്. ഇത്രയും ക്രൂരമായ രീതിയിൽ, ഇത്രയും നീചമായ രീതിയിൽ ഒരു 14 വയസ്സുള്ള കുട്ടിയെ വീണ്ടും അപമാനിക്കുക, അവനെ വീണ്ടും ധിക്കാരിയായി പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും മനസ്സിനെ സമ്മതിക്കാൻ പറ്റുന്നില്ല. ആ സങ്കടം ഞങ്ങളെ വിട്ട് അകലുന്നുമില്ല. ഈ പോലീസിനെ ഒരു പരാതിയുമായി സമീപിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? സ്കൂളിൽ ഈ പ്രശ്നം തീരില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ, അതോ സമൂഹത്തിലെ മറ്റു കുട്ടികൾക്ക് ഇത്തരം ദുർഘടാവസ്ഥ ഉണ്ടാകരുതെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്?
ആക്ച്വലി പോലീസ് കംപ്ലൈന്റിലേക്ക് മാറിയ സാഹചര്യം ഈ സംഭവം മാത്രമല്ല. ഈ കഴിഞ്ഞ 22-ാം തീയതി ഇന്റർവെൽ സമയത്ത് ആ സ്കൂളിലെ ഇന്റർവെൽ 3 രീതിയിലാണ്. UP സെക്ഷനും ഹൈസ്കൂൾ സെക്ഷനും ഹയർ സെക്കൻഡറി സെക്ഷനും ബില്ലുകൾ അടിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള സമയത്താണ്. ഇത് കുട്ടികൾക്കും ടീച്ചേഴ്സിനും തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. ഹെഡ്മിസ്ട്രസ് പോലും അതിൽ കൺഫ്യൂസ്ഡ് ആയെന്ന് ഒരു ഫോൺ കോളിൽ പറയുന്നുണ്ട്. അത് പോട്ടെ, ഈ ഇന്റർവെൽ സമയത്ത് ബാത്റൂമിലേക്ക് പോയി ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്ന എന്റെ മകനെ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. ആ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി കെട്ടിടത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പുറകിൽ നിന്ന് വന്ന് ഒരു അധ്യാപകൻ, അത് UP സെക്ഷനിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അദ്ദേഹം ഡെയിലി വേജസിൽ അവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകനാണെന്ന് മനസ്സിലാക്കുന്നു, പുറകിൽ നിന്ന് വന്ന് അടിച്ചു. ഞെട്ടിപ്പോയ കുട്ടി തിരിഞ്ഞു നോക്കി, എന്തിനാ സാറേ എന്നെ അടിച്ചതെന്ന് ന്യായമായും നാച്ചുറലായും ചോദിക്കുന്നു. അടിച്ചാൽ നീ എന്തു ചെയ്യും എന്നാണ് മറുപടിയും. അതിന്റെ കൂടെ വേറൊരടിയും. സാർ കംപ്ലൈന്റ് ചെയ്യും, എന്റെ ദേഹത്ത് ഇനി അടിച്ചാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യുമെന്ന് ഉറച്ചു പറഞ്ഞ കുട്ടിയോട് അവന്റെ കോളറെ കുത്തിപ്പിടിച്ച് പുറകിലേക്ക് തള്ളി നിലത്തേക്ക് ഇടുന്നു. നടുവടിച്ച് തറയിൽ സിമെന്റ് ബ്ലോക്കിൽ വീണ കുട്ടിയെ ആ അധ്യാപകൻ വീണ്ടും അടിക്കുന്നു. ഉരുണ്ട് വരണ്ട് ചാടി എഴുന്നേറ്റ കുട്ടി ഇനി ഉറപ്പായിട്ടും ഞാൻ സാർ ഇത് കംപ്ലൈന്റ് ചെയ്യും, ഇനി എന്നെ തല്ലരുതെന്ന് പറയുന്നുണ്ടെങ്കിലും വീണ്ടും 2 പ്രാവശ്യം കൂടി തല്ലുന്നു. ഈ അധ്യാപകൻ കുട്ടിയുടെ കോളറിൽ കുത്തിപ്പിടിച്ച് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് ഹെഡ്മിസ്ട്രസിന് മുന്നിൽ ഹാജരാക്കുന്നു. പ്രിൻസിപ്പളല്ല, ഹെഡ്മിസ്ട്രസിന് മുന്നിൽ ഹാജരാക്കുന്നു. ക്രൗഡിനെ ഡിസ്പേഴ്സ് ചെയ്യുന്ന വഴി ഞാൻ വടി വീശിയപ്പോൾ ദേഹത്ത് കൊണ്ടു കാണും എന്നാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ. കാര്യങ്ങൾ വിശദമായി പറഞ്ഞ കുട്ടിയോട് പിന്നീട് വിളിപ്പിക്കാൻ ഇപ്പൊ ക്ലാസ്സിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഹെഡ്മിസ്ട്രസ് പറഞ്ഞു വിടുന്നു. ക്ലാസ്സിൽ പോയിരുന്ന കുട്ടിയെ അവസാനത്തെ പീരീഡ് ഈ അടിച്ച അധ്യാപകൻ വേറൊരു ടെറർ ആയിട്ടുള്ള ഷൈജു ജോസഫ് എന്ന് പറയുന്ന അധ്യാപകനെ കൂട്ടി ക്ലാസ്സിൽ നിന്നും വിളിച്ചിറങ്ങുന്നു. താഴത്തെ നിലയിലേക്ക് കൊണ്ടുവന്ന് അവനെ ഭീഷണിപ്പെടുത്തുന്നു. നീ നല്ല സാറുമാരെ കാണാത്തത് കൊണ്ടാണ്, നിന്റെ ചെകിട് അടിച്ചു പൊളിക്കാണ് വേണ്ടത്, നിന്നെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കരുത് തുടങ്ങിയുള്ള ഭീഷണികൾ. ഇത് കേട്ട് സത്യത്തിൽ ഭയന്നുപോയ കുട്ടി വേറൊന്നും സംസാരിക്കാതെ ക്ലാസ്സിലേക്ക് പോകുന്നു. ഇത് കണ്ട ക്ലാസ് ടീച്ചറും വേറൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നു. ഈ കുട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നു. മകനെ ഞാൻ അന്ന് തന്നെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയനാക്കുന്നു. എന്റെ പേടി നടുവടിച്ച വീണ വഴിയിൽ നടുവിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചോ എന്നുള്ളതായിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് എക്സ്റേയിൽ അങ്ങനെ ഒരു കേടില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ നടുവേദന വീണ്ടും നീണ്ടു നിന്നതുകൊണ്ട് ആയുർവേദ കോളേജിലെ ഒരാഴ്ച നീണ്ട എണ്ണയിടിയിലും തിരുമലും ഒക്കെ ചികിത്സ ചെയ്യേണ്ടി വന്നു. ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഞാൻ കണ്ടിരുന്നു. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആദ്യം ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നു, തുടർന്ന് ഒരു കൂട്ടം അധ്യാപകർ പകയോടെ ആ വിദ്യാർത്ഥിയെ വേട്ടയാടുന്ന ഏറ്റവും ഭീകരമായ കാഴ്ച പട്ടം സെന്റ് മേരീസിൽ നിന്ന് കാണുമ്പോൾ നമുക്കിതിനൊക്കെ ആശ്രയിക്കാവുന്ന ഒരു തെളിവ് അവിടെ കിടപ്പുണ്ട്. അത് ഞങ്ങൾ സ്കൂൾ പ്രിൻസിപ്പലിനോട് ആരാഞ്ഞിരുന്നു. ഈ മാതാപിതാക്കൾ സ്കൂൾ പ്രിൻസിപ്പലിനോടും സ്കൂൾ മാനേജ്മെന്റിനോടും ചോദിച്ചത് അത് തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ ഇവിടെ 128 ക്യാമറകൾ പട്ടം സെന്റ് മേരീസിന്റെ വിവിധ ഭാഗങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അന്നേ ദിവസം ഈ വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളിലെ ക്യാമറകൾ തൊട്ട് തലേന്നൊക്കെ ഇടിവെട്ടിപ്പോയി എന്ന വിചിത്രവാദമാണ് സ്കൂൾ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത്. അതാണ് ഈ സംഭവത്തിൽ ഏറെ ദുരൂഹത ഉണർത്തുന്നതും. ആ ക്യാമറ ദൃശ്യങ്ങൾ സത്യം തെളിയിക്കുമായിരുന്നോ? അതെ, ഈ സംഭവം നടന്നപ്പോ ഞങ്ങള് ഇതൊരു പരാതിയാക്കാമെന്ന് തീരുമാനിച്ചപ്പോഴും ഉള്ളിൽ ആശ്വസിച്ചിരുന്നത് ഇതിലൊരു വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ല, പ്രിൻസിപ്പൽ അച്ഛന് വളരെ നിസാരമായി ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലൈന്റിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഞങ്ങളെ അറിയിച്ചത് പ്രിൻസിപ്പൽ പറഞ്ഞു തലേ ദിവസത്തെ ഇടിവെട്ടിൽ ആ ക്യാമറ കേടായി പോയി എന്ന്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിൻസിപ്പൽ അച്ഛന്റെ വാദം 13 ക്യാമറകൾ കേടായി എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനും ശേഷം ഓൺലൈൻ മീഡിയകളിലൂടെ നടത്തിയ ഇന്റർവ്യൂകളിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് 28 ക്യാമറകൾ അടങ്ങുന്ന ഒരു സെറ്റ് തന്നെ കേടായിപ്പോയി, അത് അദ്ദേഹം റീപ്ലേസ് ചെയ്തു കഴിഞ്ഞു എന്നാണ്. അതിനർത്ഥം തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആക്ച്വലി അവിടുത്തെ ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ആ സ്കൂളിലുള്ള മുഴുവൻ ക്യാമറ ദൃശ്യങ്ങളും അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് പരിശോധിച്ചാൽ എന്റെ കുട്ടിക്ക് നേരെ നടന്ന ആക്രമണം മാത്രമല്ല, എല്ലാ ദിവസവും വരി തെറ്റിച്ചു, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞ നിസാര കാര്യങ്ങൾക്ക് തല്ല് വാങ്ങേണ്ടി വന്ന കുട്ടികളുടെ മുഴുവൻ ചിത്രങ്ങളും അതിൽ നിന്ന് വ്യക്തമാകും. ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം യാതൊരു കാരണവുമില്ലാതെ അവർ ദിവസവും അടി വാങ്ങുന്നുണ്ട്. അത് പുറത്ത് പറയാൻ കുട്ടികൾക്ക് ഭയമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധി മതി. ആ ദൃശ്യങ്ങളാണ് അവർ ഷെയർ ചെയ്യാൻ തയ്യാറാവാത്തതും ഒരു തരത്തിലും പുറത്തുവിടാൻ
സമ്മതിക്കാത്തതും അതിനു മുകളിൽ ഈ നുണകൾ. അങ്ങും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു തലമുറ, ഈ തലമുറയിൽപ്പെട്ട പലരും ഇപ്പോൾ അധ്യാപകരെയും ഒക്കെ ന്യായീകരിക്കാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ. നമ്മുടെയൊക്കെ തലമുറ അന്ന് അടികൊണ്ട് വളർന്നതിന്റെ ഭാഗമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ക്വാളിറ്റി. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ആ ഒരു സൗമ്യത പുലർത്താൻ കഴിയുന്ന അധ്യാപകരുടെ ശിക്ഷണ രീതികളായിരുന്നു. എന്നാൽ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം ഇത്രയേറെ സ്വാർത്ഥമതികളാകുന്നത് അവരെ ഒന്ന് ശിക്ഷിക്കാൻ, ശാസിക്കാൻ അധ്യാപകർക്കുള്ള തടസ്സങ്ങളാണ്. ഈ ഒരു വാദഗതി ഉയർത്തുമ്പോൾ മറുവശത്ത് മറ്റു ചില നഗ്നസത്യങ്ങൾ ഈ സംഭവത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. പട്ടം സെന്റ് മേരീസിന്റെ ഡിസിപ്ലിൻ അതൊരു അധ്യാപക ഗുണ്ടായിസമാണ് എന്നീ മാതാപിതാക്കൾ തുറന്നു പറയുന്നു. ആ ഗുണ്ടായിസത്തിന് സ്കൂൾ മാനേജ്മെന്റും പ്രിൻസിപ്പളും ഒക്കെ കുടപിടിക്കുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് 10ാം ക്ലാസ് വരെ ചുമതലയുള്ള സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആണ്. എന്നാൽ +2 വരെ ചുമതലയുള്ള പ്രിൻസിപ്പൽ ഈ കാര്യത്തിൽ അന്യായമായി കടന്നു വരുന്നു. ആ വൈദികൻ ഈ പ്രശ്നം ഏത് വിധേനയും പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇവിടെ വലിയ സ്വാധീന ശക്തിയുള്ള ഒരു മാനേജ്മെന്റ് ഒരു വശത്ത് നിൽക്കുന്നു. അതൊരു സഭയ്ക്ക് വലിയ വേരോട്ടമുള്ള തിരുവനന്തപുരം തലസ്ഥാനം നഗരിയിലെ ഒരു സംവിധാനമാണ്. ഈ മാതാപിതാക്കൾക്ക് എത്രമാത്രം ഇതിലൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ കഴിയും? എന്താണ് നിങ്ങളുടെ ഒരു അനുമാനം? ഞങ്ങളുടെ പോലീസിൽ പരാതി കൊടുത്തതിന് പുറമെ ശേഷം പോലീസ് ഇക്കാര്യം വിശദമായി അന്വേഷിക്കുകയും 4 ടീച്ചേഴ്സിന്, കുറ്റക്കാരായ 4 ടീച്ചേഴ്സിന് എതിരെ നോൺ ബെയിലബിൾ സെക്ഷൻ, ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കുറ്റം കണ്ടെത്തുകയും FIR ഇടുകയും ചെയ്തു. പക്ഷേ FIR ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് നിർത്തി അന്വേഷിക്കണമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സസ്പെൻഡ് ചെയ്യേണ്ടതും നടപടിയെടുക്കേണ്ടതും മാനേജറാണ്. ആ മാനേജർ കോർപ്പറേറ്റ് മാനേജ്മെന്റ് അധിപനായിരിക്കുന്ന വേറൊരു ഫാദർ വർക്കി ആറ്റുപുറത്താണ്. അദ്ദേഹം നടപടികൾ എടുക്കാതെ വന്നതിനെ തുടർന്ന് ഞങ്ങള് പൊതുവിദ്യാഭ്യാസ മാനേജ്മെന്റിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ബാലാവകാശ കമ്മീഷനിലും ഒക്കെ പരാതികൾ കൊടുത്തു. ആ ഏജൻസികളെല്ലാം കാര്യമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ അടുത്ത് തന്നെ പുറത്തു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യസന്ധമായ റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഏറ്റവും ഒടുവിൽ IG ഓഫ് പോലീസ് സൗത്ത് സോൺ നന്ദാവനം പാളയത്തിന് നൽകിയ ഒരു പരാതിയുടെ കോപ്പി അങ്ങ് എനിക്ക് കാണിക്കുകയുണ്ടായി. അതെ. അപ്പോൾ ഇത് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണോ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം പോലീസ് കാര്യക്ഷമമായി തന്നെ അന്വേഷിക്കുന്നു. കുറ്റക്കാരെ കൂടുതൽ വിശദമായ അന്വേഷണവും അതിന്റെ റിപ്പോർട്ടുകളും പുറത്തു വരുമെന്നും കോടതിയിലെ നീതിപീഠത്തിന് മുമ്പായി ഇത് എത്തേണ്ട രീതിയിൽ തന്നെ എത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സംഭവത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. അങ്ങ് അന്ധമായി മകനെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കുമ്പോൾ മകന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ തന്നെ ഒരു ദിശാബോധം തെറ്റിപ്പോകുന്ന ഒരു സംഭവമായേക്കാം. അതിൽ ഒരു വീഴ്ചയില്ല, തെറ്റില്ല എന്നുറപ്പല്ലേ? അത് ഉറപ്പാക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയും ഞാൻ കണ്ടുകൊണ്ടിരുന്ന കുട്ടികള് പറഞ്ഞു എല്ലാവരും ഒരുപാട് ഇന്റർവെൽ സമയത്തായിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടെ കണ്ടു. മുകളിൽ നിന്നും താഴെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും എല്ലാം ഇത് സംസാരിച്ചു. അതെ, ഞങ്ങൾ സംസാരിച്ചത് മാത്രമല്ല, ഞങ്ങളായിട്ട് സംസാരിച്ചിട്ടില്ല. അവിടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരുന്നു. അവര് എൻക്വയറി നടത്തിയപ്പോ അവരുടെ മുന്നിൽ, എല്ലാവരുടെയും മുന്നിലാണ് ഈ കുട്ടികളെല്ലാം പറഞ്ഞത്. അവരെല്ലാം കണ്ടതാണ് കെവിനെ തള്ളിയിടുന്നതും അതുപോലെ അടി കൊടുക്കുന്നതും, ഈ പല പ്രാവശ്യം അടി കൊടുത്ത 5 തവണ അടി കൊടുക്കുന്ന എല്ലാം എല്ലാവരും കണ്ടതാണ്. 5 തവണയാണ് അടിച്ചത്. ആദ്യം 2 തവണ, അത് കഴിഞ്ഞിട്ട് വീണ് കിടന്ന സ്ഥലത്ത് അവിടെ വെച്ച് 1 തവണ, അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും 2 തവണ അടിച്ചു. ഇതെല്ലാം കുട്ടികളെല്ലാം കണ്ടു. അവരത് വന്ന് പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് കുഞ്ഞെന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല, എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരുന്ന സംഭവം തന്നെയാണ്. സഹവിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് ഈ മാതാപിതാക്കളെ ഇത്രയധികം മകന്റെ കാര്യത്തിൽ ഒരു ന്യായീകരണത്തിന് തയ്യാറെടുപ്പിച്ചത്. ഇത്തരമൊരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ പ്രേരകമായത്. തന്റെ മകനെ അകാരണമായി മർദ്ദിച്ചു, തന്റെ മകന് സ്കൂളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന വേദന ഒരു വശത്ത്, മറുവശത്ത് മകന്റെ ഭാവിയോർത്ത് വേദനിക്കുന്ന വിങ്ങുന്ന 2 മാതാപിതാക്കൾ. സമൂഹ മനസ്സാക്ഷി ഉണരേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഒരുപക്ഷെ പല മാനേജ്മെന്റ് സ്കൂളുകളിലും ഉണ്ടാവാം. ഇവിടെയൊക്കെ സ്കൂൾ അധികാരികൾ ശക്തരാണ്. അത് തന്നെയാണ് ഈ മാതാപിതാക്കൾക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. മകൻ എന്താണ് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? അവിടെയാണ് ഞങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. ആക്ച്വലി ഈ പരാതി കൊടുത്തതിന് ശേഷം പ്രിൻസിപ്പൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നല്ലോ. അതിൽ പ്രിൻസിപ്പൽ പറഞ്ഞ ചില കാര്യങ്ങൾ, പ്രിൻസിപ്പൽ പറയുന്നത് ഈ പരാതി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പരാതി എനിക്ക് തന്നില്ല. ആക്ച്വലി PTA മീറ്റിംഗ് കഴിഞ്ഞ്
എന്റെ ഭാര്യ പ്രിൻസിപ്പലിനെ നേരിട്ട് കണ്ടിരുന്നു. ഞാൻ പോയി മീറ്റ് ചെയ്തതാണ്. ഈ PTA മീറ്റിംഗ് ക്ലാസ് PTA മീറ്റിംഗ് ആണ്. ക്ലാസ് PTA മീറ്റിംഗ് ചെന്നപ്പോഴത്തേക്ക് ഈ ടീച്ചർ വേറെ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ ശരി, അവരൊരു റിപ്പോർട്ട് കാർഡ് തരും. ആ റിപ്പോർട്ട് കാർഡ് ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫീസ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കിവിൻ ഫീസ് അടച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രിൻസിപ്പലിനെ കാണുന്നുണ്ട്, പ്രിൻസിപ്പാളുമായിട്ട് സംസാരിക്കാം. അതാണ് അവരുടെ മുഖ്യ പ്രശ്നം, ഫീസ് അടച്ചിട്ടില്ല എന്നുള്ളത്. 1400 രൂപ. അതെ, 1400 രൂപ ഫീസ് അടച്ചിട്ടില്ല. ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത്, ഞാൻ പോകാൻ നേരത്തെ എന്റെ മൂത്ത മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകളെയും കൂട്ടിയിട്ട് പ്രിൻസിപ്പളിന്റെ അടുത്ത് ഇരുന്നു. പ്രിൻസിപ്പളിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 9H പഠിക്കുന്ന കെവിന്റെയും കാവ്യ മോള് കൂടെയുണ്ട്, കാവ്യയുടെയും അമ്മയാണ്, എനിക്ക് അച്ഛനോട് 2 കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു ഈ ഫീസിന്റെ കാര്യം. ഫീസ് 1400 വെച്ച് ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ തന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ആവശ്യം പറഞ്ഞിരുന്നു, ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞായിരുന്നു ഇതിന്റെ റിസീപ്റ്റ് വേണം, ഇത് എന്ത് പർപ്പസിനാണെന്നുള്ളത് ഒന്ന് ഞങ്ങളെ ഇൻഫോം ചെയ്തിരുന്നത്, അത് എല്ലാവരെയും അറിയിക്കേണ്ടതാണ്. ഞങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്താൽ അത് ആ പർപ്പസ് എന്ത് പർപ്പസിനാണ് ഇത് വിനിയോഗിക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടയ്ക്കാനാണ്, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. എന്റെ എന്താ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അത് എന്തിനൊക്കെയാണെന്നുള്ളതൊന്നും ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല, അത് നിങ്ങൾ ചാലഞ്ച് ചെയ്യാനില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ക്യാഷ് ആയിട്ട് തന്നെ അതിന് പകരം അക്കൗണ്ട് ട്രാൻസ്ഫറോ അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. പറഞ്ഞു അതല്ല, അത് ക്യാഷ് ആയിട്ട് തന്നെയാണ് അടയ്ക്കേണ്ടത്, ഇവിടെ റിസീപ്റ്റ് കൊടുക്കുന്ന പതിവില്ല, അങ്ങനെ കൊടുക്കില്ല ഇവിടെ. എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ആകെ? ആക്ച്വലി പ്രിൻസിപ്പലിന്റെ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള അവകാശവാദം 12,000 കുട്ടികൾ കൂടുതൽ. 12,000 വിദ്യാർത്ഥികളിൽ നിന്ന് 1400 എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത പിരിവാണ് അവിടെ നടക്കുന്നത്. അതെ, അത് നമുക്ക് പ്രിൻസിപ്പൽ പറയുന്നത്, ഞങ്ങൾക്ക് ഇത് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ റീസൺ ഇത് പല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ ഉള്ളതാണ്, അതുകൊണ്ടാണെന്ന്. ഈ തമാശ നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് എനിക്ക് പാൽക്കാരനും പത്രക്കാരനും പലചരക്ക് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് സാലറി ഇടരുത്, അത് കാഷായിട്ട് തന്നെ തരണം എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെ തന്നെ ഈ ഫീസ് പിരിവിനെ സംബന്ധിച്ച്, അതിന്റെ റിസീറ്റിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, ചോദിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ റിസീറ്റ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ തരാത്തവർക്ക് റിസീറ്റ് കൊടുക്കണ്ടല്ലോ, ഇങ്ങനെ കിടന്ന് ഉരുളുന്ന ഉത്തരങ്ങളാണ്. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളും അത് തന്നെയാണ്. ഡോക്ടർ ബിനോയ് ജോൺ മൂല്യബോധത്തിന്റെ പേരിൽ ഈ അനധികൃത പിരിവിനെതിരെ നിലകൊണ്ടു. അതിന്റെ പേരിൽ ഇപ്പോൾ ബലി കൊടുക്കേണ്ടി വന്നത് സ്വന്തം മകന്റെ ഭാവി തന്നെയാണ്. നിഷ്ഠൂരമായി ഒരു കുട്ടിയെ വേട്ടയാടുന്ന പട്ടം സെന്റ് മേരി സ്കൂൾ. ഈ സംഭവം നമ്മെ തികച്ചും വേദനിപ്പിക്കുന്നതാണ്. അധികാരികൾ കണ്ണു തുറക്കട്ടെ. പോലീസ് ഈ വിഷയം ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.